നമ്മൾ കാശ് കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. എത്ര രൂപ കൊടുത്താലും മേടിക്കാനും പറ്റും. അത് സന്തോഷം, സമാധാനം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നേരും നേരോടുകൂടിയാണെങ്കിൽ നമുക്ക് പ്രഷർ ഉണ്ടാക്കും. അവർ പക്ഷെ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ അൺവീൽ ചെയ്യുമ്പോൾ മമ്മൂക്ക ഉദ്ഘാടനം ചെയ്ത വണ്ടികളൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അഭിമാനം കൂടി ഉണ്ട്. അതിന് ആ ഫോട്ടോ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ അദ്ദേഹം എടുത്തിട്ട് അനുഗ്രഹിച്ചാണ് നീ ഒരുപാട് വാഹനങ്ങൾ എടുക്കട്ടെ. ഓരോ കാരണം വെച്ചിട്ട് അവിടെ സിനിമ ഉണ്ടാക്കാനുള്ള വകുപ്പുകളുണ്ട്. അത് എന്റെ ഫാമിലിക്ക് അത്ര അറ്റാച്ച്ഡ് ഉണ്ടാവില്ല. ഞാൻ എന്താ പറഞ്ഞാൽ എന്റെ സെക്കൻഡ് ഹോമാണ്. ആനയാണ്. എവിടെയും കരിമ്പുകാട്ടി ചെന്നിരുന്നെങ്കിലും ധൈര്യമായിട്ട് എവിടെയും കയറി ചെല്ലും. ഇത് ഭയങ്കര സേഫ്റ്റി. വണ്ടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറഞ്ഞൊരു കാര്യം ഉപദേശം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കിപ്പോ കുറെ കേസ് വരും. വൈഫ് പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ, അതിനിത് ഒറ്റക്കൊള്ളുണ്ട്. അതിനുമ്പ് ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് തീരുമാനിക്കുകയാണ്, കയ്യിൽ കാശുണ്ടോന്നുമല്ല തീരുമാനിക്കുന്നത്. ഇത് ഞാൻ ഇത് എന്റേതാണ്, നിങ്ങൾ എന്തോ തീരുമാനിക്കുന്നു. ഓക്കെ, മരണ വീട്ടിൽ മസ്താങ്ങായിട്ട് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് കോള് വന്നു. പാലിയക്കര ടോള് കുതിരാൻ ടണലൊക്കെ എത്തിയപ്പോഴൊക്കെ കോള് വന്നു. അവിടെ വൈറ്റിലുണ്ട്. പിന്നെന്താ പറയാനൊരു ഉളുപ്പില്ല. സിനിമാ താരങ്ങളും വണ്ടിപ്രാന്തും ഒന്നൊന്നര കോമ്പിനേഷൻ ആണല്ലേ. അത്തരത്തിൽ വാഹനപ്രേമത്തിൽ ഒട്ടേറെ കമ്പമുള്ള സിനിമാ താരങ്ങൾ മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു വണ്ടിപ്രാന്തൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ആക്ടർ കൂടിയാണ് ഇന്ന് മൈൽ സ്റ്റോൺ കാർഡ്സ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. പക്ഷേ പരിചിതമായ ഒരു സ്ഥലം കൂടി തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ആളെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഫ്രെയിം കുറച്ചൊന്ന് തിരിഞ്ഞാൽ മതി. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ടിനിച്ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒപ്പം അപ്പനേക്കാൾ വലിയ വണ്ടിപ്രാന്തനായിട്ടുള്ള മകനുമുണ്ട്. സാദും കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് വണ്ടിപ്രാന്തമായിട്ട് ഇന്ന് പോവാം. കമാ. നമസ്കാരം. ഇത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡോർന്ന് വന്ന് കയറി ഇരിക്കണേ ചോദിക്കുന്നത്. മൈക്ക് കയ്യോടെ തരാം. അതെ, അതില്ലേ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ അങ്ങനെ കയറി വരണം. അടുത്തുനിന്ന് തന്നെ ഷെയ്ഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഞാൻ കയറി വരുമ്പോൾ ആലോചിക്കായിരുന്നു, ഒരു പ്രീമിയം കാർ ഷോറൂമിലേക്ക് വരുന്ന ഒരു ഫീലാണ് ഞാൻ കയറി വരുന്നത്. കാരണം ടിൻഷന്റെ വീട്ടിൽ ഓരോ പ്രാവശ്യം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒന്നിലും വണ്ടികളുടെ എണ്ണം കൂടും, അല്ലെങ്കിൽ വണ്ടികളുടെ വെറൈറ്റിയിൽ കൂടും. അപ്പോൾ ഇതിങ്ങനെ മാറ്റം വന്നിട്ട് ഇപ്പം നമ്മൾ നോർമലി പോകുന്ന സമയത്ത് നമുക്ക് പ്രീമിയം പ്രിയോൺ കാർസ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി നോക്കില്ലേ, അതേപോലെ ഇതെങ്ങാനൊരു ഹൈവേയിലായിരുന്നു വീടുന്നുണ്ടെങ്കിൽ വണ്ടികളൊന്ന് നിർത്തി പിള്ളേരൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി പോയേനെ. അപ്പോൾ അതന്നെ ചോദിച്ചു തുടങ്ങി, ശരിക്കും വണ്ടി കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കാറുണ്ട് മുമ്പിൽ ഇതുപോലെ? അല്ല, ചിലർക്ക് ക്രൈസ് ഉള്ളവർക്ക് വന്ന് നോക്കും. അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സില് മമ്മൂട്ടി ഞാനാണ്, വേറെ അങ്ങനെ കാണാൻ വരുന്നവര് ഉണ്ടാവും. ഓക്കെ, ഇത് താരമുണ്ട്, താരത്തിന്റെ താരങ്ങളായിട്ടുള്ള കാറുകളും ഉണ്ട്, രണ്ടും കൂടി പോകുന്ന ആൾക്കാർ വരും. ഇവിടെ നല്ല വ്യൂ ആയതുകൊണ്ട് എല്ലാരും ഇവിടെ വിസിറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെ നടന്നിട്ട് പോകാറില്ല. അപ്പൊ ജസ്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്യും. ഞാൻ ചിലപ്പോ ഒരു കട്ടൻ ചായ കുടിച്ചിരിക്കും ഇവിടെ. അതെ, സംസാരിക്കും. നോർമലി എനിക്ക് തോന്നുന്നു ഒരു ആഗ്രഹ സഫലീകരണത്തിന് ഇതിനേക്കാളും മികച്ചൊരു ഉദാഹരണം പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എല്ലാ കാറ്റഗറിയിലും പെട്ട ഇതുണ്ട് അല്ലെ നമുക്ക് നിന്ന്. അപ്പം എനിക്ക് ചോദിച്ചു തുടങ്ങുന്നത് അത് തന്നെയാണ്. ഒരു മാരുതിയിൽ ഒരു 800 തുടങ്ങി. ഞാൻ ലൈസൻസ് കിട്ടി ആദ്യം ഓടിച്ച അംബാസഡർ എന്തായിരുന്നു അല്ലെ, ആയിരുന്നു. അപ്പോൾ ഒരു 800 തുടങ്ങി. എനിക്ക് തോന്നുന്നു മസ്താങ് വണ്ടി പ്രാന്തന്മാരുടെ ഒരു പീക്കിൽ എത്തി നിൽക്കുമ്പോൾ മസിൽ കാറുകളിൽ മസ്താങ് പറയാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല അല്ലെ. അപ്പൊ അതുവരെ എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നോക്കുന്ന ഈ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടേക്കോ കണ്ടൊരു വിഷനോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിരുന്നോ? എല്ലാം വന്നു ചേർന്നു. ഭയങ്കര മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഇതിനു മുമ്പ് നമ്മുടെ ഇതിലുള്ള ഈ മൈൽസ്റ്റോണിന്റെ തന്നെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു, അവസാനം ഭ്രാന്തായിട്ട് കിടക്കും. ഞാൻ അതാവും എന്നിട്ട് അതാവില്ലെങ്കിലുള്ള അവസ്ഥ ഓർത്തേക്ക്. പക്ഷെ നമുക്കൊരു ഫോക്കസ് വേണം. ആ ഫോക്കസിലേക്കുള്ള യാത്രയിൽ പലതും വന്നു ചേരും. നമ്മുടെ യാത്ര നന്മയുള്ളതാണെങ്കിൽ നന്മ ഉള്ള കാര്യങ്ങൾ നമുക്ക് വന്നുതരും. ആ വന്നു ചേർന്ന വണ്ടികളിലൂടെ തന്നെ നടന്നിട്ട് സംസാരിക്കാൻ തോന്നുന്നു അല്ലെ. ഞാൻ ഒരു വണ്ടിപ്രാന്തനെ കൂടി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പനേക്കാൾ വലിയൊരു വണ്ടിപ്രാന്തൻ അല്ലെ അകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബസ്സിൽ ഇരുന്നിട്ട് കൂടുതലും ഷോസിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലായിരുന്നു യാത്ര എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ബസ്സിൽ ചൂടത്ത് കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം വണ്ടി AC ഇട്ടിരുന്ന് പോണ കാണുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ കുറെ വിഷ്വൽസ് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് അല്ലെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് തിരിച്ച് ആ കണ്ട വിഷനിൽ ആ പ്രീമിയം കാറിൽ ഇരുന്നിട്ട് ബസ്സിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒരു ലഹരി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും?
അല്ല, ഞാനത് ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് വിചാരിക്കും. കാരണം കാക്കനാട് വാഴക്കാലയുടെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ ഈ ബസ്സിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ റെക്കോർഡിങ് റിയാന്ന് പറഞ്ഞ സ്റ്റുഡിയോ നടന്നു പോയിട്ട് റെക്കോർഡിങ് നമ്മുടെ കോമഡി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ ചെന്നിട്ട് അപ്പൊ ആ പള്ളിയിൽ നിന്നിട്ട് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നാണ് ഞാനൊന്ന് ഒരു വാഹനത്തിൽ വന്ന് ഇവിടെ ഇറങ്ങുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഇന്നൊരു വാഹനത്തിൽ വന്ന് ഇറങ്ങണം എന്നാണോ, അതൊരു വണ്ടി അല്ല അത്ര അലയുന്നുണ്ട് നമ്മൾ നടന്ന് കഷ്ടപ്പെട്ട് വണ്ടി കാശ് കൊടുത്ത് അവിടെ നിന്ന് നടക്ക്. അപ്പൊ എന്നാണ് ഞാൻ ഒന്ന് രക്ഷപ്പെടുന്നതെന്ന് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടില്ല ദൈവത്തിന് കർത്താവിനെ. ഞാൻ പറഞ്ഞു എന്നാണ് അങ്ങനെ ആ പള്ളി കാണുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഞാൻ ബാക്കിലേക്ക് പോണത്. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് അരിയാണ് ചോദിച്ചത്, പക്ഷെ എനിക്കൊരു പാടശേഖരം തന്നു. എപ്പോഴും ടിൻചേട്ടൻ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എത്ര എന്ന് വിചാരിക്കാറ്. അപ്പോൾ ടിൻചേട്ടൻ എപ്പോഴും പറയുന്നത് എനിക്കൊരു ആമയെ പോലെ മതി, കുറച്ച് സ്ലോ ആണെങ്കിലും എനിക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതി, അതെന്നുള്ള സംഭവമാണ്. എന്താ അങ്ങനെ തോട്ട് പ്രോസസ് എങ്ങനെ വരുന്നത്? ഇപ്പോൾ തോട്ട് പ്രോസസ് നമ്മുടെ ജീവിതാനുഭവം വെച്ചിട്ടാണ് പറയണത്. പെട്ടെന്ന് എല്ലാണ്ടായിട്ട് വെടിവെച്ച് വെച്ചിട്ട് അറിയാലോ ഈ അടുത്ത്. അതെ അതെ അതെ, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായ പിന്നെ എന്ത് പ്രയോജനം അല്ലേ? അല്ല, നമ്മള് കാശ് കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. എത്ര രൂപ കൊടുത്താലും മേടിക്കാനും പറ്റില്ല. അത് സന്തോഷവും സമാധാനമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നേരും നെറിവോടുകൂടിയാണെങ്കിൽ നമുക്ക് പ്രഷർ ഉണ്ടാവില്ല. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ അതാണ്. നമ്മൾ ഇരിക്കുന്ന ഒരു ഫ്രെയിമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷേ മലയാള സിനിമയുടെ വണ്ടിപ്രാന്തിനോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ മമ്മൂക്കേനായിരിക്കും അല്ലേ? അപ്പോൾ അവർ പക്ഷെ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ അൺവീൽ ചെയ്യുമ്പോൾ മമ്മൂക്ക ഉദ്ഘാടനം ചെയ്ത വണ്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അഭിമാനം കൂടി ഉണ്ട്. സോ അങ്ങനെ ലോഞ്ച് ചെയ്തൊരു വണ്ടി കൂടിയാണ്. അതിന് ആ ഫോട്ടോ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. കടൽ കടന്ന് മാത്തൂട്ടി ഡബിങ് നടക്കുമ്പോഴാണ് ഞാൻ സ്കോർപിയോ ഒന്ന് മാറിയിട്ട് പജേറോ എടുക്കാം. സ്കോർപിയോ അവിടെ തന്നെ ഉണ്ട്. പജേറോ അന്ന് ഒരു ഓഫ് റോഡിൽ ഞാൻ മറ്റേ ബോക്സ് ആദ്യത്തെ പജേറോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അത് നിർത്തി സ്പോട്ട് ഇറങ്ങി. അപ്പൊ ദുൽഖറും സെയിം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മമ്മൂക്ക ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ ഒരു വണ്ടി പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ട്, മമ്മൂക്ക അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക അവിടെ സ്റ്റുഡിയോ, നമ്മുടെ വിസ്മയ സ്റ്റുഡിയോ ആണ് പരമ്പള്ളി നഗറിൽ ലാലേട്ടന്റെ സ്റ്റുഡിയോന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ആ ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട്. അപ്പോ അത് സ്റ്റാർട്ട് ചെയ്തു. രഞ്ജിത്ത് സാറും ഉണ്ടായിരുന്നു, ഡയറക്ടർ രഞ്ജിത്താണ് എന്നെ സിനിമയിലേക്ക് കയറ്റി വിട്ടത്. അങ്ങനെ അദ്ദേഹം എടുത്തിട്ട് അനുഗ്രഹിച്ചതാണ് നീ ഒരുപാട് വാഹനങ്ങൾ എടുക്കട്ടെ എന്ന്. ആ അനുഗ്രഹമാണ് ഇത്. 2013 ഇത് അപ്പൊ എടുക്കുമ്പോ എത്രാമത്തെ വണ്ടിയായിരുന്നു? ഇത് മൂന്നാമത്തെ EV വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് MG അല്ലേ? അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മൾക്കിത് എത്രത്തോളം ചാർജിങ് സ്റ്റേഷൻസ് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് ഷോസുകളാണെങ്കിലും ഷൂട്ടാണെങ്കിലും ലോങ് എന്ന് പോകുന്നത്, അപ്പൊ നമുക്ക് ഇത് ഇടയ്ക്ക് ഒരു പണി വരുമോ എന്നുള്ളൊരു ചിന്ത. സിറ്റി ഡ്രൈവ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം ഈ വണ്ടി ഞാൻ നോക്കിയപ്പോ തൃശ്ശൂര് നമ്മുടെ പാലിയേക്കര ടോള് കഴിഞ്ഞു പോയി. അപ്പൊ എന്റെ ഇത് വരുമല്ലോ, ടോൾ അടച്ചതിന്റെ ഇത് എന്റെ പേരിലാണല്ലോ. അത് കഴിഞ്ഞ് പാലക്കാട് ടോള് പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് കട്ടണ്ട് പോകുന്നതാണ് വിചാരിച്ചത്. കോയമ്പത്തൂര് കഴിഞ്ഞു, അത്രയൊന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെ മറ്റേ തിരുപ്പൂർ വരെ എത്തി. ഞാൻ ഇവനെ വിളിച്ചത് വണ്ടി എവിടെ കിടക്കണമെന്ന് ചോദിച്ചപ്പോ മാം പറഞ്ഞ് ഞാൻ തൃശ്ശൂർ ഇട്ടേക്കണ്. ഞാൻ പറഞ്ഞ് അവൻ ഇത് മറന്നുപോയി ഈ സ്ഥലങ്ങള്. ഇവനും എന്താന്ന് പറഞ്ഞാൽ ഇവനൊരു കൂട്ടുകാരൻ കൂടി ഒറ്റ ദിവസം തീരുമാനിക്കണം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു തിരുപ്പൂരിന്ന്. ഒറ്റ ദിവസം കൊണ്ടാണല്ലോ തീരുമാനിക്കുന്നത് ലോകം കീഴടക്കാൻ. ഇവന്മാര് പോയ പോക്കാണത്. തിരുപ്പൂർ എത്തിയിട്ട് അവിടെ പോയിട്ട് ടീഷർട്ടിന്റെ സ്ഥലത്ത് വന്നിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന വഴി തന്നെ അത് വേണ്ടെന്ന് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അപ്പനും മോൻ എന്ന നിലയിൽ, അപ്പനും അമ്മയും എന്നുള്ള നിലയിലൊക്കെ നമുക്ക് അവരെ ശരിക്കും എന്റർടൈൻ ചെയ്യണമല്ലോ. കാരണം പറയാണ്ട പോയേക്കണം. അപ്പൊ ഞാൻ ഓർക്കണം ഇത് കട്ടണ്ട് പോവാണ്. അത് ഇപ്പൊ പാലിയേക്കര കഴിയുന്നത്, പാലക്കാട് കഴിയുന്നത്, കോയമ്പത്തൂർ കഴിയുന്നു, ഓരോ സ്ഥലങ്ങൾ കഴിയുന്നത്. ഇത് ടോളിനനുസരിച്ചുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇട്ടേക്കണത്. ഞാൻ പറഞ്ഞല്ല തൃശ്ശൂർ കഴിഞ്ഞ് പോയിട്ടുണ്ട് വണ്ടി. ഇവൻ ചിരിക്കണായിരിക്കും അവിടെ ഇരുന്നിട്ട്. അപ്പൊ എന്തായാലും ആ ചിരിച്ച അല്ലെ. പക്ഷെ ആ പോണ വഴിക്കാൻ സ്റ്റേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ലോങ് പോയത് അതാണ്. ആ സ്റ്റേഷൻസ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കി. അപ്പൊ ആ മനസ്സിലാക്കിയ വണ്ടിപ്രാന്തനെ കൂടി നമുക്ക് ഫ്രെയിമിലോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലെ? വിളിച്ചാൽ അവിടെ ഇവിടെ അകത്ത് പരിപാടിയിലാണോ? അവന് കുറെ പരിപാടികളുണ്ട്. അതായത് ഇപ്പൊ എന്തോ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വിളിക്കാം. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ GPS വണ്ടിയിൽ ഉണ്ടെന്നുള്ളത് അറിയാതെ അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അറിയാതെ ഒന്ന് എവിടെ വരെ പോയത്? അന്ന് ഞങ്ങള് തിരുപ്പൂർ പോകാൻ വേണ്ടി പോയതാ. ഞങ്ങള് ഈ ഫാസ്ടാഗിന്റെ കാര്യം മറന്നുപോയി. ഞങ്ങളിങ്ങനെ പോയി പെട്ടെന്ന് കോള് വന്നു. പാലിയേക്കര ടോള് കുതിരാൻ ടണലൊക്കെ എത്തിയപ്പോഴൊക്കെ കോള് വന്നു. അവിടെ വൈറ്റ്ലലുണ്ട്. പറയാനൊരു ഉളുപ്പില്ല.
അന്ന് പറയാണ്ട് അങ്ങോട്ട് പോയത് ഒറ്റ പോയിക്കാന്ന് അങ്ങോട്ട് പോയത്. ഒറ്റ ദിവസം കൊണ്ട് ബിസിനസ് തുടങ്ങാം, സാമ്രാജ്യം പടുത്തുയർത്താൻ. തീരുമാനം ശരിക്കും അവർ ബിസിനസ് മൈൻഡിൽ പോയതാണോ അതല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോകണമെന്നല്ല, ഏതായിരുന്നു കുറെ കൂടി കാര്യമുള്ള കാര്യം തന്നെ പോയത്. അപ്പൊ എന്തുപറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സമ്മതിക്കുന്നൊരു അല്ലേ, എന്തുപറ്റി സമ്മതിക്കില്ലാന്ന് തോന്നിയോ? തീർച്ചയായിട്ടും എന്തായാലും അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും പറയും. അന്നിപ്പോ പോയ എന്തായാലും നന്നായി, എന്തായാലും വേണ്ടെന്നല്ലേ പറയും. തിരിച്ചു വന്നിട്ട് എന്തായിരുന്നു തീരുമാനം? അതിന് മുമ്പേ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു, വന്നിട്ട് എന്തായിരുന്നു തീരുമാനം? ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ ഒക്കെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വന്നിട്ട് പറഞ്ഞു ആ സമയത്ത് സപ്പോർട്ടീവ് ആയിരുന്നു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് കിട്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന അംബാസഡർ ആയിരുന്നു എന്നുള്ളത്. ആ സമയം ഇവിടെ ആദ്യത്തെ കാര്യത്തിൽ എത്തുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന മസ്തകമാണ് അല്ലെ. അപ്പൊ എല്ലാവരും കൊതിക്കുന്ന ഒരു സംഭവം നമുക്ക് ആദ്യമേ കിട്ടുന്നു അല്ലെ. നമുക്കൊരു പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് റോഡിൽ കണ്ടു മോഹിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മളത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു, നമ്മുടെ സ്വന്തമായിട്ടിരിക്കുന്നു പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ തുടക്കത്തിലേക്ക് കിട്ടുമ്പോൾ കുറെ പേർക്ക് അല്ലെ ഒരു അസൂയയുടെ നോക്കിയിട്ടുണ്ടായിരിക്കും ഒരു സമയം. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയാ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അങ്ങനെ ആദ്യം കിട്ടുമ്പോൾ ഇത് ആക്ച്വലി വന്ന ദിവസം വേറൊരു ഹ്യൂമറസ് ദിവസമായിരുന്നു. കോളേജിൽ രണ്ട് ഫ്രണ്ട്സിനെ ആക്കി തിരിച്ചു തന്നെ ഒഴുകി. ആ സമയത്ത് ഡെയിലി ഹോണ്ടഡ് ബ്രൈവായിരുന്നു. അടിപൊളി കുറെ കുഴപ്പമൊക്കെ കാണിച്ചിട്ടുണ്ട് അതില്. ഞങ്ങള് തിരിച്ചു തന്നെ ഒഴുകി 2 ടയർ പൊട്ടി വണ്ടിയുടെ, സെയിം സൈഡിൽ 2 ടയർ പൊട്ടി. ഇങ്ങനെയൊക്കെ പോയി റോട്ടിൽ കൺട്രോളിലെ ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ, പയ്യെ സൈഡാക്കി നിർത്തി. പക്ഷെ 2 ടയർ പൊട്ടി. വീട്ടിലെത്തണം. നേരത്തെ അമ്മ ഇപ്പൊ പറഞ്ഞ് ഫോൺ വെച്ചോളൂ. അത് കഴിഞ്ഞ് വെട്ടി കാക്കനാട് നടുക്ക് നിൽക്കുക. അവിടെ ടയർ ഷോപ്പ് ഒന്നും നോക്കിയിട്ട് കാണില്ല. കൂടെ ഉള്ള 2 NRI പിള്ളേർ, അവർ ആദ്യമായിട്ടാ കൊച്ചിയിൽ കാല് കുത്തണം. രണ്ടുപേർക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ. എന്ത് ചെയ്യും, വീട്ടിലെന്ത് പറയും, ടയർ മാറ്റണമല്ലോ. വീട്ടിലെത്തണം, ബാക്കിൽ സ്റ്റെപ്പിന് ഉണ്ട്, ഒരെണ്ണുള്ളൂ, 2 ടയർ പൊട്ടിയല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഓരോ ഇത് ഒപ്പിച്ച് രാത്രി വീട്ടിലെത്തിയപ്പോ വന്ന വഴിക്ക് ഇനി വണ്ടി ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിച്ചു വന്നോണ്ടിരിക്കുക. അപ്പളെ ഫ്രണ്ടിലെ മസ്റ്റാങ് കണ്ട് ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടാന്ന് വിചാരിച്ചു പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല എന്താ സംഭവം. ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒക്കെ കൊള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്തത്, ഈ കൊണ്ടുവന്ന ആൾക്കാർ പോലും ഞെട്ടുന്ന രീതിയിലാണ് ഓൾറെഡി മറ്റേ ഇതിൽ കളിച്ചിട്ടുണ്ടേ. പ്ലേ സ്റ്റേഷനിൽ ഓടിച്ചു കഴിഞ്ഞു, അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് ആയല്ലോ ഇതിൽ വെച്ചിട്ട്. അപ്പൊ ഒരു രീതിയിലും പറയരുത്, മുറ്റത്ത് വണ്ടി കാണുമ്പോ ഞെട്ടിയാ മതി, സർപ്രൈസ് ആയാൽ മതി എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയതാണ്. ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആർക്കും കൊടുക്കരുത്, എന്തായാലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഹർമാനിലുള്ള ഫവാസാണ് എൻ്റെ ഒരു പുള്ളി ഷോറൂമിൽ ഇതൊന്നും കയറ്റിയില്ല. ആ ഓണറിന്റെ വീട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ വെറുതെ കിടക്കാണ്, എലിയൊക്കെ കടിച്ച്. അപ്പൊ പുള്ളിക്ക് അതിൽ കയറാൻ പറ്റില്ല, പുള്ളി ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്ക് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്ക് SUV കൊടുത്തു, പ്രസന്റ് ചെയ്താണ്, മകൻ ഗിഫ്റ്റ് ചെയ്താണ് ഈ ഇത്. പുള്ളിക്ക് ഇത്ര ഏജ്ഡാണ്, പുള്ളിക്ക് അത് കണ്ടപ്പോഴും ഓടിക്കപ്പോഴും മനസ്സിലായി പറ്റാത്തതാണ്. അങ്ങനെ ഫ്രഷ് ആയിട്ടൊരു വണ്ടിയാണ് എനിക്ക് കിട്ടുന്നത്. കേരള രജിസ്ട്രേഷനിൽ ശരിക്കും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയാൽ കൊത്തിക്കൊണ്ടുപോകാൻ ലോകം മുഴുവൻ. ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു 3 ലക്ഷം കൂടുതൽ പറഞ്ഞിരുത്തത് എന്റെ ഒരു കൂട്ടുകാരൻ കൊല്ലത്ത് വെച്ച് പറഞ്ഞു. ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും, അതിനുവേണ്ടി കയറുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി അത് ഷെൽബി കിറ്റ് കയറ്റിയതാണ്. അപ്പൊ ആ വണ്ടിക്ക് വില പറയാൻ ആളുണ്ട്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ വൈഫ് പറഞ്ഞ് നല്ല ഭംഗിയുണ്ടല്ലേ, അതെനിക്ക് ഒറ്റ കൊള്ളലുണ്ട്. അതിനു മുമ്പ് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് തീരുമാനിക്കാണ്, കയ്യിൽ കാശുണ്ടോന്നുമല്ല തീരുമാനിക്കുന്നത്. ഇത് എന്റേതാണ്, നിങ്ങൾ എന്തോ തീരുമാനം വന്നു. നമുക്ക് സേഫ്റ്റി നോക്കണം, ലുക്ക് നോക്കണം, പെർഫോമൻസ് നോക്കണം, ഇതൊക്കെ സ്പെക്സ് എന്താണെന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കൊടുക്കണം. കുറേയും കൂടി നിന്നുള്ള രീതിക്ക് ഒരു മുൻഗണന ഇതിനായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു വണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത്. ഇവനങ്ങനെ ചൂസ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എങ്ങനെയുണ്ട്, ഇപ്പൊ പിഷാരടിയുടെ ഒരു പ്രശ്നമുണ്ട്. അവൻ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഏതാണെന്ന് നോക്കണ്ട. നമ്മളിപ്പോ കല്യാണ വീട്ടിൽ പോകുമ്പോ എന്ത് ഡ്രസ്സാണ്, മരിച്ച വീട്ടിൽ പോകുമ്പോ ഇവൻ മാറിപ്പോവും. ചിലപ്പോ മരിച്ച വീട്ടിൽ കോട്ടും സൂട്ടും ഷെർവാണി ഇട്ട് പോയിട്ടുണ്ട്. അത് വേറെ പരിപാടിക്ക് പോയിട്ട് വരുന്നതാണ്. ഒരു ചാമിൽ ഞാൻ നീ എന്താണ് ഇങ്ങനെ വന്നേക്കണത്, വേറെ പരിപാടി ഉണ്ടായിരുന്നു, ഇങ്ങനെ അല്ലാണ്ട് വരാൻ പറ്റൂ. അന്നാ സാധാരണ ഒരു വലിയ കല്യാണത്തിന് വന്നത് ഒറ്റ മുണ്ടും ഇത് കൊടുത്ത് ഞാൻ എങ്ങനെയാണ് അത് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് മമ്മൂക്ക വിളിച്ചപ്പോ എന്നെ വിളിച്ചോണ്ട് സെൻസിബിൾ ആയിട്ട് നമ്മൾ പോകണ്ടേ. അവന്റെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബാക്കിലുള്ള കാര്യം നമ്മൾ അന്വേഷിക്കും നോക്കിയിട്ട്. അതെ, ഇപ്പൊ മരണ വീട്ടിൽ മസ്താങ്ങായിട്ട് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോയി. അത് പോയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് ധർമ്മജന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞു. ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, വരാപ്പുഴയുടെ അടുത്താണ് നമ്മുടെ ഇത്. അങ്ങനെ അതായിട്ട് ചെന്നപ്പോ മരിച്ച വീട്ടിലെല്ലാരും മറ്റേ വെള്ളിമൂങ്ങ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുകയാണ്. കാരണം മരിച്ച വീട്ടിലാണ് കരച്ചിലൊക്കെ നിർത്തിയ ആൾക്കാര്. അപ്പൊ പിന്നെ സൗണ്ട് വരും, പിന്നെ ന്യൂട്രൽ ഇടും, പിന്നെ ഇങ്ങനെ അഴിച്ചഴിച്ചാണ് അങ്ങോട്ട് കൊണ്ടുവരും. തിരിച്ചെടുത്തപ്പോ മറന്നുപോയി. ഓൺലൈനിലുള്ള ആൾക്കാർ ഇവൻ ഈ വണ്ടിയായിട്ടാണ് മരിച്ചു. അപ്പൊ
വാഹനത്തിന് സെൻസിബിൾ ആയിട്ട് ഉപയോഗിക്കണം തന്നെ വണ്ടികളുടെ കാര്യത്തിലും ഉപയോഗിക്കണം. അത് വണ്ടികളുടെ എണ്ണം കൂടുതലുള്ള ഒരു സൗകര്യം ഉള്ളവർക്കും അതേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതൊരു എക്സ്പെൻസീവ് ഹോബിയാണ്. അത് ഹോബീസും ഈ ലക്ഷറിയും പാപമല്ല, തെറ്റല്ല. അത് നമുക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാം. അല്ല, മുമ്പ് തന്നെ പറഞ്ഞിട്ട് ഓഫ് റോഡ് വണ്ടികൾ ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഉപമിച്ചത് BM ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രീമിയം വണ്ടികൾ വരുമ്പോൾ മണവട്ടിയെ പോലെ ഒരുക്കി കൊണ്ട് നടക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ് ഉള്ള ഒരാള് അപ്പൊ ഇങ്ങോട്ട് മസ്താങ്കോ അല്ലെങ്കിൽ BM 5 സീരീസ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഇത് 5 സീരീസിന്റെ ഇമോഷൻ ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ ടച്ച് എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് 5 സീരീസ് വരെ പോയി. അത് ഇമ്പോർട്ടഡ് ജർമ്മൻ കാറായിരുന്നു. അത് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻസ് ടെക്നോളജി തന്നെയായിരുന്നു. ഞാൻ ഈ 3-4 ദിവസം വണ്ടിയുടെ കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു വിചാരിച്ചത്. ഫുൾ വിൻഡോസും താഴ്ന്നു നിൽക്കുക. കാരണം വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില്ല് ഓട്ടോമാറ്റിക് താഴും. അപ്പൊ ഇൻഷുറൻസിന്റെ ആൾക്കാർ പറഞ്ഞു ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫയർ ആണെങ്കിൽ തരാം, ഇത് ഫ്ലഡ് ഇങ്ങനെ വരാറില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുമ്പോഴല്ലേ പറ്റുള്ളൂ, തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ. എനിക്ക് പിന്നെ മയൊന്നുമില്ല, നമുക്ക് കയറി കയറാനോ ഇതിനൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ചാനലിൽ ഞാൻ പറയും ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ല എന്ന് പറയും. അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇൻഷുറൻസ് സെറ്റിൽ ചെയ്ത് എനിക്കറിയും. അങ്ങനെ എനിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടി. അപ്പൊ എന്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വണ്ടി. ഈ സമയത്ത് ഈ ഫവാസ് എന്ന് പറഞ്ഞ അർമാനിലുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു 5 ആയിരുന്നു നമ്പർ. അവർക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുന്നത് അതിലായിരുന്നു, ഒരു പ്രീമിയം ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പൊ സ്കോർപിയോ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു കാർ വേണമെന്ന് തോന്നിയത്. അത് നഷ്ടപ്പെട്ടു, അവർ തകർന്നു പോയി, ചെളിയൊക്കെ ഇട്ട് കിടക്കണം. അപ്പോൾ സ്വപ്നം തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നു. അവർ പറഞ്ഞു ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഷോറൂമിൽ കയറ്റുന്നില്ല, ഉക്കരം വണ്ടിയാണ്, പുത്തൻ വണ്ടിയാണ്, ഒരാളെടുത്തിട്ട് ഇപ്പൊ ജസ്റ്റ് മാറ്റുകയാണ്. ഈ ചെറിയ കോറി മുതലാളികളുണ്ടല്ലോ, അവരെടുക്കും, അടുത്ത മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരായിട്ടൊക്കെ ഒരു ബന്ധങ്ങൾ. 530 ഒറിജിനൽ എം സ്പോർട്ട് കിറ്റ് കയറ്റിയതല്ല, ഒറിജിനൽ എം സ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നുമില്ല, ഞാൻ ഒക്കെ പോയി കിടക്കാണ്, ഷഡ്ഡി വരെ മേടിക്കണു, ഇനി എല്ലാം വെള്ളപ്പൊക്കത്തിൽ പോയി. ഫവാസ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ചേട്ടൻ ഇതങ്ങോട്ട് കൊണ്ടുപോയിക്കോ, ഇഷ്ടമുള്ളപ്പോൾ കാശ് തന്നാൽ മതി. അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിപ്പോയി. ഈ നഷ്ടപ്പെട്ട മകനെ അതിനേക്കാൾ നല്ലൊരു മകനെ എനിക്ക് തിരിച്ചു കിട്ടിയതുപോലെ. അതും പറയുന്നത് വില പേശിക്കൊണ്ടല്ല പറയണേ, ഒന്നുമല്ല, എന്റെ റേറ്റ് ഒന്നും പറയാം, അതൊക്കെ പിന്നെ പറയാട്ടെ. അങ്ങനെ പറയുന്നതിന് ഒരു കാശ് കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ സേഫ് ആക്കുന്നതാണ്, നമ്മുടെ സേഫ് സോണിൽ കൊണ്ടുവന്ന് എത്തിക്കണം. എന്റെ സോൺ അതൊക്കെയാണല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിപ്പോയി. ഞാൻ കാശ് കറക്റ്റായിട്ട് ഞാൻ കൊടുക്കും, എനിക്ക് കടമോ അങ്ങനെ ഇഷ്ടമല്ല. കോൺഫിഡന്റ് റോയ് പറഞ്ഞ പോലെ പറയുന്നതല്ല, കടങ്ങൾക്ക് ലോണൊക്കെ ഉണ്ട്, അല്ലാതെ പറ്റൂല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പുതിയൊരു ലോൺ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അതിനുള്ളൊരു സാവകാശവും ആ നഷ്ടപ്പെട്ടത് വീണ്ടും ചെന്നിറങ്ങുന്നത് BM തന്നെയാണ് ഞാൻ. ആൾക്കാരെന്ത് ചെയ്യും, അത് കഴിയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് ഇറങ്ങണം. അപ്പൊ എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ പോയാൽ ദുരിതമായിട്ടാണ് വന്നത്. ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പൊ ഇവർക്ക് ഭ്രാന്തായെന്നൊക്കെ സംശയിച്ചു. കാരണം എനിക്ക് നഷ്ടപ്പെട്ടൊക്കെ ഒരു നിമിഷം കൂടെ തിരിച്ചു തരാണ്. എനിക്ക് സാമ്പത്തികമായിട്ടും അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും ലാലേട്ടൻ എനിക്ക് അത്യാവശ്യം വേണ്ട സഹായം എൻ്റെ തന്നെ ലാലേട്ടനാണ് പറഞ്ഞത് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ആ വീണ് പോകുന്ന സന്ദർഭത്തിലാണ് പിന്നെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അവിടെ നിന്നാണ് വീണ്ടും തുടങ്ങിയിട്ട് ഇവിടെ എത്തിയത്. ഇവിടെ ഓൾറെഡി പറഞ്ഞു നമ്മൾ ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് തന്നെ മസ്താങ് കിട്ടിയത് അല്ലെ. തിരിച്ച് അപ്പയ്ക്ക് ഒരു കാർ ഗിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് ഈ കാർ കിട്ടിയാണെങ്കിൽ ഏതായിരിക്കും തിരിച്ചു വാങ്ങി കൊടുക്കുക? എനിക്ക് ആ സൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇപ്പത്തെ ഒരു സ്റ്റാൻഡേർഡ് എല്ലാം കൂടെ കീപ്പ് ചെയ്ത് മിക്കവാറും ഇപ്പത്തെ ഒരു സ്റ്റാൻഡേർഡിന് കറക്റ്റ് GLS ഒക്കെ ആയിരിക്കും. കറക്റ്റ് GLS ആണ്. പക്ഷെ എനിക്ക് ഡിഫൻഡർ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കുറച്ച് യൂണീക് പരിപാടി കൂടി നോക്കും അല്ലേ. എന്റെ എല്ലാം യൂണീക്കാണ്. ഈ ഗ്ലാസ് യൂണീക്ക് ആയിരിക്കും, എല്ലാവർക്കും ഉള്ളത് എനിക്ക് വേണ്ട. അത് മാത്രല്ല മസ്താങ് കിട്ടിയിട്ട് മുണ്ടെടുത്ത് ഓടിക്കുന്നതാണ് ഇന്ന് ടിൻചേട്ടന്റെ ലുക്ക് മൊത്തത്തിൽ വൈബായിട്ട്. അല്ലെ എന്റെ ഒരു ഷറഫുദ്ദീൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ആ വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൊരു വാക്ക് പറയണം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ, നിന്റെ അടുത്ത് എത്ര വാക്ക് വേണമെങ്കിലും ഞാൻ ദിവസം പറയാം, പക്ഷെ അത് ഞാൻ കൊടുക്കില്ല. അത് വൺ ടൈം ചോദ്യങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്നുണ്ട്. ഇപ്പൊ ഇത് കിട്ടി, സുരേഷ് ഏട്ടന്റെ മകന് മസ്താൻ ഭയങ്കര ക്രൈസാ. സുരേഷ് ഗോപി ചേട്ടനെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോ ഗോകുല് ഇത് കണ്ടപ്പോ അല്ലല്ല മാധവന് എന്റെ മകന്റെ ക്രൈസ് വണ്ടി, അതാണ് അവൻ പോളോ കൊടുത്തത്. ക്രൈസ് വണ്ടിയാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയണം വണ്ടിയിൽ. എല്ലായിടത്തും എല്ലാം കാണുന്ന ഒരു സംഭവമല്ല, അത് അവരെ കാണിക്കാനല്ല, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വന്നൊരു ദിവസം മമ്മൂക്ക വന്നു, ഇനി ഒന്ന് വണ്ടി എടുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേത് കൊമ്പനെ പൊക്കും, ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് എടുക്കാൻ പറയുള്ളൂ വിൻസർ. കാരണം എന്താ പറയുക, ശല്യം കുറവായിരിക്കും ആൾക്കാരുടെ. വേറൊരു വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും, വണ്ടി വരുമ്പോ തന്നെ നോക്കും. പുള്ളി പോളോലല്ലോ പോണത് പലപ്പോഴും വന്നിറങ്ങുന്നത്. ഒരു ദിവസം ലാലേട്ടൻ നമ്മുടെ ഹോളിഡേയിൽ നമ്മുടെ മീറ്റിംഗ് നോക്കിയപ്പോൾ ഇൻഡിക്കയിൽ വന്നിറങ്ങി. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചു, ബിഗ് ബ്രദറിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ബാംഗ്ലൂര്,
ചേട്ടന് ഇതൊന്നും വലിയ താല്പര്യം. പുള്ളി സ്വിഫ്റ്റ് ഡിസയറിലൊക്കെ വന്ന് ഫിലിമൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ മോനെ ഈ റോഡെല്ലാം ഒന്ന് തന്നെയല്ല ഒരുപോലെ തന്നെ പോകുന്നു, പുള്ളിക്ക് ക്രൈസ് ഇല്ല. നിനക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ലംബോർഗിനിയുടെ ഉറൂസ് ഇപ്പൊ വേണോ. ഞാൻ അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ പോലെ പോയി. ഞാൻ പറഞ്ഞു ഇപ്പൊ വേണോന്ന് ചോദിച്ചാൽ അല്ല ഡ്രൈവ് ചെയ്യണോ. ഞാൻ പറഞ്ഞു ഇപ്പൊ വേണം കളിയാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ സന്തോഷ് ടിഗറുകൾ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ബാംഗ്ലൂർ, പുള്ളിയുടെ പാർട്ണർ എന്താണ്. ഉടനെ വിളിച്ചത് ഉറൂസ് വന്നു. അതിന്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. പലരും വിചാരിച്ച ലാലേട്ടൻ പുതിയ വണ്ടി എടുത്തുനിന്ന്. ഞാനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഇർഷാദും ഷാമു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉറൂസിൽ ബാംഗ്ലൂർ ഇറങ്ങാം. അപ്പൊ തന്നെ ആൾക്കാർ കിടങ്ങി പോയി. ഞാനിത് ഇപ്പൊ തന്നെ ഇത് എടുത്തോ, എന്റെ ആണോ ഇതാണെന്നല്ല. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം നടക്കുന്നുണ്ടല്ലോ, ആ അടുത്ത സെക്കൻഡ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ്. അതിനുശേഷം ഇപ്പൊ ലംബോർഗിനി എന്റെ ഒരു ഫ്രണ്ട് ജോണ ലുക്കാസ് എന്ന് പറഞ്ഞിട്ട്, അവന് ഇതുപോലെ കാറ് വണ്ടി ഭ്രാന്ത. അവന്റെ വീട്ടിൽ അവന്റെ അപ്പനെ ഓടിച്ചോണ്ട് നടക്കുന്ന വാഗണറാ. ഈ പുള്ളി അവിടെയും ഭയങ്കര ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അപ്പന് ഇഷ്ടമല്ല ഇങ്ങനത്തെ വണ്ടികൾ. പുള്ളി ഇവിടെ നിന്ന് വണ്ടിയായിട്ട് ഹൈദരാബാദ് പോയിട്ട് ഓടിക്കുന്നത്. എന്ത് കാര്യം ഇരിക്കണം എന്ന് ചോദിക്കും. അവിടെ അങ്ങനെ ചോദിക്കുന്നവരുടെ ആംബുലൻസ് വേണമെങ്കിൽ സുഖമായിട്ട് പോകാം, ഫോൺ മേടിക്കും, എല്ലാവരും വണ്ടിയിൽ ഇത്ര വണ്ടികളുകൊണ്ട് തന്നെ മൂവിയുടെ സീനിലേക്ക് വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടോ? വണ്ടി ചോദിക്കാറുണ്ടോ? സ്ഥിരം ഏതാ കൂടുതൽ ഉന്നമ ഇതിൽപ്പെട്ട വരാറ്? അല്ല വേറെ വണ്ടികളൊന്നും അല്ല. ഇപ്പൊ ഈ വണ്ടി കൊണ്ടുവരണമെങ്കിൽ ഇത് ഷോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പലരും. ഇപ്പൊ ഇടാനൊക്കെ ഇട്ട്. കാരണം എനിക്ക് അനുഭവം ഉണ്ട്. ഇത് നശിപ്പിച്ചോളൂ ഈ സ്റ്റണ്ടിന്റെ ആൾക്കാരിൽ കൊടുത്താൽ. 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ് ഇതിൽ വെറുതെ ഷോട്ടിൽ ഇട്ടേക്കണത് പൊടി പിടിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ സങ്കടം വരും. കാരണം പിന്നെ അവര് കെയർ ചെയ്യാനുള്ള അതൊരു പ്രോപ്പർട്ടി ആയി മാറി. പൊടി പിടിച്ച് കിടക്കണ പോലെ ആക്കി ആർട്ട് ചെയ്തു ആണ്. പിന്നെ അത് വിട്ടു. പിന്നെ കെയറിംഗ് പരിപാടി അവർ ക്ലീൻ ആക്കി തരും. പക്ഷെ നമ്മളിങ്ങനെ കിടക്കണത് കാണുമ്പോഴേ നമ്മുടെ കൊച്ചിനായിട്ട് അതാണ്. കൊച്ചിനെ അഭിനയിക്കാൻ പറ്റാലും കുഞ്ഞു കൊച്ചിനെ കൊടുത്താലും ഇത് കൊടുത്താലും ഒക്കെ ഇവര് ഒരു സിനിമയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അതായത് കുട്ടി ഉറങ്ങി കിടക്കുന്നത് കൊടുത്തത് കഫ് സിറപ്പാണ്. കൊടുത്തു എഴുന്നേറ്റ അപ്പൊ തന്നെ അവര് നോക്കുന്നത് എന്താണ്, കൊച്ചെഴുന്നേക്കരുത്, ഇത് എഴുന്നേക്കണല്ല. പിന്നെ ഒരു പ്രധാന സിനിമയിൽ സംഭവം ഉണ്ടായതാ. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. കാരണം ഉറങ്ങി അങ്ങനെ പോയി. കാരണം അവിടെ ഷോട്ടിന് വേണ്ടതിന് എന്തും ചെയ്യും. അതെ, അത് കിട്ടുക എന്നുള്ളതാണ് മാക്സിമം നോക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ കണ്ട വണ്ടി പ്രമേയമായിട്ടുള്ള സിനിമകളിലെ ഒരു ഫേവറേറ്റ് മൂവി ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഇംഗ്ലീഷ് പടം പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഫോർഡ് വേഴ്സസ് മസ്താങ് എന്ന് പറഞ്ഞ സിനിമ, അതിലാണ് ഈ 1964 എന്നുള്ള ഒരു നമ്പറും ഇതൊക്കെ നമുക്ക് ഫോർഡ് വേഴ്സസ് ഫെറാറി. ആ 1964 ഹിസ്റ്ററി ഉണ്ട്. അത് ഈ മസ്താങ്ങിൽ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇമോഷണൽ ടച്ച് ഉണ്ട് ഓരോ ഇതിനും. അപ്പൊ ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ ചോദിച്ചു, അത് സ്വഭാവം തിരിച്ചും ചോദിക്കണം. ഒരു പ്രാവശ്യം ഒരു സർപ്രൈസ് തരാണെന്നുണ്ടെങ്കിൽ എന്ത് വണ്ടിയിലായിരിക്കും കുറച്ചുകൂടെ ഒരു ഇമ്പണ്ട് ഉണ്ടാവുക? ഞാൻ പിന്നെ അന്ന് കൊടുത്ത് ഒരു മസ്താങ് കൊടുത്തിട്ടുണ്ട്, ഷെൽബി ഒറിജിനൽ. ആദ്യത്തിന്റെ കേസ് പറയാൻ, കാരണം ഓരോ പ്രാവശ്യം കാണുന്ന സമയത്ത് ഓൺ സ്ക്രീനിലാണ് ഇതിന് മുമ്പ് ആദ്യത്തിന് കണ്ടിട്ടില്ല, ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടിട്ടില്ല. പക്ഷെ ഈ ലുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഭയങ്കര ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു മേക്ക് ഓവർ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ? അത് ഗ്രാജുവൽ ഉള്ള മാറ്റില്ലാതെ ഒരു മേക്ക് ഓവർ ഭയങ്കരമായിട്ട് ഓരോ ഫേസും എന്ത് വെച്ചാൽ എന്നെ സറൗണ്ട് ചെയ്യണത്, എന്ത് കൾച്ചറിൽ എന്താണ് കൾച്ചറാണ് കൂടുതൽ അസിമിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇതിപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഇങ്ങനത്തെ ലുക്കിൽ നടക്കുമെന്ന്. പണ്ട് മുടി വളർത്തി ക്ലീൻ ഷേവ് ചെയ്ത് അങ്ങനെ നടക്കായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കുറെ പേര് കുറെ കൾച്ചർ, ഇത് തന്നെ കുറെ ഓരോ കൾച്ചർ എന്താ വെച്ചാൽ സറൗണ്ട് ചെയ്യണത് അത് നമ്മുടെ മേത്തും കാണും. വെള്ളം പോലെയാണ് അല്ലെ, എവിടെയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ വിശേഷങ്ങൾ മുഴുവൻ അല്ല ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് സ്പോട്ട് പച്ചർ സ്പോട്ട് മാത്രമാണ്. പക്ഷെ കൊമ്പന്മാരപ്പം ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കറങ്ങി വന്നാലോ? ഓക്കെ. അപ്പൊ ഇതിലാണ് അല്ല എനിക്ക് തോന്നുന്നു പറഞ്ഞ കഥയിൽ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ഇമോഷൻസ് ആണ്. ഇത് കുറച്ച് കൂടുതലും കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് ഞാൻ ഇപ്പോഴും ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടികൾ ഏത് മൊമെന്റിലൂടെ കിട്ടുന്നു എന്നുള്ളത് ഇൻസിഡന്റ്. ഈ ഇത്രയും വണ്ടികൾ വാങ്ങിക്കൊണ്ട് തന്നെ ചോദിക്കുക. അപ്പൊ ഈ അടുത്ത് തന്നെ CJ റോയ് സാർ നിന്നുള്ള രീതിയിലേക്ക് പണ്ടത്തെ ആദ്യത്തെ വണ്ടി തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. അതുപോലെ ഫസ്റ്റ് 800 ഒന്ന് തിരിച്ചു കിട്ടണം എന്നുള്ള ശ്രമം നടത്തുക ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അത് അന്വേഷിച്ച് നടക്കുന്നത് നല്ലത് വേറെ പുതിയ വണ്ടി മേടിക്കണം. അത് എവിടെ ഉണ്ടാവും ആലോചിക്കാറുണ്ട് അതൊക്കെ എവിടെയായിരിക്കും എന്നുള്ളൊരു സംഭവം. പക്ഷെ ഞാൻ വിറ്റ സ്കോർപിയോ ഒരു പ്രാവശ്യം വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അല്ല ബ്രിയോ ഇവിടെ തന്നെ ഉള്ള ഒരാളാണ് അല്ലേ? ഒരു ദിവസം ഇടിച്ച് വളർന്ന് പഠിച്ച വണ്ടിയായിരുന്നാ പറയൂ. ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്ന ആ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ആയിരിക്കുമല്ലോ അതൊരു വണ്ടി. ട്രയൽ ആൻഡ് എറർ വെച്ച് ഓടിക്കാൻ പഠിച്ച വണ്ടിയായിരുന്നു. കുറെ മെമ്മറീസ് ഉണ്ട്. കുറെ അധികം ഭയങ്കര സൗണ്ട് ഉണ്ട്. വണ്ടി മുന്നോട്ട് പോകണമൊന്നുമില്ല, സൗണ്ട് മാത്രം. അത് കാരണം ഇവിടുത്തെ എല്ലാവർക്കും പേടിയാ വണ്ടി. സൗണ്ട് കേൾക്കുമ്പോ ഇപ്പൊ വരുമെന്ന് വിചാരിക്കും. പയ്യെ കേറി വരുന്നുണ്ടാവുള്ളൂ, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഇങ്ങനെ പോകുമ്പോ അത് കൊടുത്ത് വിൻസറായി. ആ സമയത്ത് കുറച്ചാൾ കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ജയലൻ സ്റ്റേഡിയം പോകുമ്പോ പെട്ടെന്ന് റെഡ് പ്രയ എപ്പോ നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ടിങ്ങനെ തട്ടുണ്ട്, ഇങ്ങനെ തട്ടി തട്ടി പോകും. റെഡ് പ്രയ ഉണ്ട്, അടിയിൽ നമ്പറും കണ്ട്. ഞങ്ങള് പിന്നെ കുറേ നേരം ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ അതിന്റെ പുറകെ തൊട്ട് പുറകെ എത്തി. വീലൊക്കെ സെയിം, അയാൾ നന്നായിട്ട് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്, നന്നായി നോക്കണ്ട്. കണ്ടപ്പോ ഭയങ്കര നമ്പറിലാണ് നമ്പർ കണ്ട് 33 അത് കണ്ട്. ഇതിലിപ്പോ ഇതില് അല്ലെ സ്പോർട്ടിന് 33 ആണോ കമ്പം? അങ്ങനെയല്ല, അത് ആ സമയത്ത് അതിന്റെ ഒരു കഥ വേറെ ഉണ്ട്, അത് പറഞ്ഞു. ഞങ്ങൾ ആ വണ്ടി കണ്ട് ഭയങ്കര സന്തോഷം. ഞങ്ങൾ നിർത്തി ചോദിച്ചൊന്നുമില്ല, പക്ഷെ അയാൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീലൊക്കെ മറ്റേ വീൽ ബേസ് ഒക്കെ ഇച്ചിരി വലുതാക്കിയതായിരുന്നു. അതെല്ലാം കണ്ടപ്പോ ആ വണ്ടി പോലെ ഉണ്ടല്ലോ, ലാസ്റ്റ് ആ നമ്പറും കൂടെ ഫോക്കസിൽ വന്നു. ഞാൻ ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാ, പക്ഷെ അവൻ കൈ കാണിച്ച് ഞാൻ തിരിച്ചു തന്നിട്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അയ്യേ തരൂല ആളെ സെറ്റ് ആയതുകൊണ്ടാണ് കൊടുക്കാനുള്ള ഉദ്ദേശം. ഒട്ടും ഈ പുറത്തുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കോസ്മെറ്റിക് ഡാമേജ് മാത്രം ഉണ്ടായിരുന്നു. നല്ല വണ്ടിയായിരുന്നു. ഡബിൾ 3 അല്ല 40-50 ആയിരുന്നു ആദ്യം ഞാൻ എടുത്തത്. അത് ശരിക്കും കലാഭവണി ചേട്ടൻ എടുത്തു തന്നാണ്. അത് കാരണം എനിക്ക് 9 എന്നുള്ള നമ്പർ വേണമെന്നും പറഞ്ഞിട്ട് അന്ന് സന്തോഷം പറഞ്ഞ ഒരു RTOമാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കഷ്ടപ്പെട്ട് ലോൺ അടക്കാൻ കഷ്ടപ്പെട്ടിരിക്കുക. ആ സമയത്ത് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് RTO ഓഫീസിൽ ചെന്ന് കുറെ കഴിഞ്ഞപ്പോഴേ വിളിക്കണം, ഇനി നമ്പർ കിട്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ 20,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അന്ന് 20 എന്ന് പറഞ്ഞാൽ തകർന്നു പോകും. 10-20 വർഷം മുമ്പുള്ള 20,000 രൂപയെ പുള്ളി മോതിരമൊക്കെ കൊടുത്തിട്ട്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ 40-50 എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ടിപ്പർ അയാൾ കാലടിയിലുള്ള ഒരാള് സ്ഥിരം എടുക്കുന്നതാണ്, പുള്ളി വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞ് അവൻ ആദ്യമായിട്ട് എടുക്കുന്ന പുതിയ വണ്ടിയാണ്, അവൻ ആ നമ്പർ എടുത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, എത്ര വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞു. പുള്ളിക്ക് പറയാൻ പിന്നെ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ, അവര് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്കൊരു മര്യാദയില്ല. അങ്ങനെ ഈ സന്തോഷം എന്ന് പറഞ്ഞ ആള് കൊടുത്തു. ഇപ്പൊ ആ പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് എനിക്ക് ഇപ്പോഴും നമ്പർ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് എനിക്ക്. അത് ടിനി വേണ്ട, ടിനിക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തു തന്നു, പക്ഷെ ഞാൻ കാശൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അതാണ്. അതുപോലെ തന്നെ ഈ 33 എടുത്തുന്ന സന്തോഷമാണ്. മറ്റേ വെറുതെ പറഞ്ഞാൽ മതി ഇന്ന നമ്പർ വേണോന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴാണല്ലോ ലേലം മറ്റേ എടുത്തു തരും നമുക്ക് 33 എടുത്തു. ആ സന്തോഷം ഇപ്പൊ ഇല്ല എന്റെ കൂടെ. പുള്ളി പറയുന്ന നമ്പർ എടുത്തു തരുമായിരുന്നു. മണിച്ചേട്ടൻ 100 എടുത്തു കൊടുക്കുന്നില്ലേ. വണ്ടികൾക്ക് മാത്രല്ല, വണ്ടിക്ക് അല്ല നമ്പറിനുണ്ട് കഥ എന്ന് പറഞ്ഞ പോലെ. അല്ല, മണിച്ചേട്ടൻ 100 നമ്പർ അത് എടുത്തു കൊടുത്തിരുന്ന സന്തോഷമായിരുന്നു. അവർ രണ്ടുപേരും പോയി നമ്പർ എടുത്തു തന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഈ മണിച്ചേട്ടൻ തന്നെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൊക്കേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് അംബാസഡറിൽ വരിക. അപ്പൊ വരുന്നത് ഒരു AC കാറാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ കയറ്റിയിടും, പക്ഷെ ഇറങ്ങുമ്പോൾ ഭയങ്കര വേഗത്തൊക്കെ വരിക. ഓട്ടോറിക്ഷ മേടിച്ചു, അതൊരു 100 ആയിരുന്നു. ഇതെല്ലാം വണ്ടിയും മേടിച്ചിട്ട്. അപ്പൊ ഈ നമ്പർ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവർ രണ്ടുപേരും കാര്യം പറഞ്ഞത് അവരെടുത്ത് തന്ന നമ്പറാണ് ഈ 33. ആ സമയത്ത് കുറെ ആയിട്ട് ജാഗുർ 100-ലെ കുറെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ പുറത്ത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഏതൊരു വണ്ടി പ്രേമിക്കും കൊതി തോന്നുന്ന ഒരു മുറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലൊക്കെ കാണും നമ്മുടെ മുറ്റം ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഗാരേജ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കുന്ന രീതിയിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ലേ ഇപ്രാവശ്യം ഞാൻ ടിനിച്ചേട്ടൻ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും കയറിയിട്ടുണ്ട്. ഇനി എത്ര എക്സ്റ്റെൻഡ്, ഈ സൈഡിലോട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല, എപ്പോഴും അടുത്തതിലോട്ടാണ് നമ്മുടെ ചിന്ത, ഏത് എടുക്കണം എന്നുള്ളത്. അത് എപ്പോഴാണ് അത് വരുന്നത്. പക്ഷെ ആ ചോദ്യം ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റില്ല നമ്മളോട് ചോദിക്കുന്നതാണ്. ഒരു നെക്സ്റ്റ് ലെവൽ എന്താണ് അത് പ്ലാനില്ല. ഈ SUV എനിക്ക് താല്പര്യമുണ്ട്. ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ. പക്ഷെ ബെൻസ് എന്ന് പറയുമ്പോ പ്രാഞ്ചിയേട്ടനാവും എന്നുള്ളൊരു എളുപ്പമുണ്ട് അല്ലെ. പ്രാഞ്ചിയേട്ടൻ അഭിനയിച്ചത് കൊണ്ട് തന്നെയാണ് അത് ഓടിച്ചിട്ടുണ്ട്. അതിൽ നല്ല ഓർമ്മകളുണ്ട്. ബെൻസ് വരുമ്പോഴേ നമ്മള് വേറൊരു അച്ചായൻ അത് കാണിക്കണ്ടേ. പ്ലസ് അതിന്റെ കംഫർട്ടും പെർഫോമൻസിനുള്ള എല്ലാം 2 എണ്ണം കിടപ്പുണ്ട്. കംഫർട്ടിനകത്തുണ്ട്, മൈലേജ് കംഫർട്ടും. മകൻ മൂഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് നിന്ന്. അമ്മയ്ക്ക് ചേച്ചി കാണാൻ കുറച്ചുകൂടി റോൾസ് റോയ്സ് ആണ്. അപ്പൊ ഇനി അടുത്തൊരു അടുത്തൊരു സാധനം നെക്സ്റ്റ് ലെവൽ വേണമെങ്കിൽ ഒരു 660 കിടക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങനെ വരുന്നതല്ല. ഇത് എനിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സാധനം വന്നു പെടും. അത് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വീട് അങ്ങനെ വന്നതാണ്, വണ്ടികൾ അങ്ങനെ വന്നതാണ്. അപ്പോ അത് വരും. അതെ, അങ്ങനെ വരട്ടെ. അങ്ങനെ വന്ന വിശേഷങ്ങളിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കിനി മൂവിയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.